എനർജി ഇൻ ട്രാൻസിറ്റ് ഈസ് ടേംഡ് ഹീറ്റ്. ഓക്കെ, ഇത് മൂവ്മെൻ്റ് ഉള്ള ട്രാൻസ്ഫർ ഉള്ള എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൽ സഡൻ ഫാക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം ഹീറ്റിനെ കുറിച്ച്. അതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പറഞ്ഞാൽ വെൻ ദർ ഇസ് എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ഈസ് കൺസ്യൂംഡ്. അതായത് ഒരു ബോഡിയുടെ ലോസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഗെയിൻ ആയിരിക്കും. അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നെങ്കിൽ ഒരു ബോഡി വൺ പാർട്ട് ഓഫ് ദിറ്റ് വിൽ ബി കൺസ്യൂമിങ്. അടുത്തെന്ന് പറഞ്ഞാൽ ഹീറ്റ് ഫ്ലോ ടേക്ക് പ്ലേസ് ഫ്രം ഹയർ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചർ. അത് നമുക്കറിയാവുന്നതാണ്. പിന്നെ ദി സബ്സ്റ്റൻസ് എക്സ്പാൻസ് ഓൺ ഹീറ്റിംഗ്. In order to change the state of a body from solid to liquid or liquid to gas without rise in temperature, certain amount of heat is required. ഇപ്പം എക്സ്റ്റേണൽ ടെമ്പറേച്ചർ ഇപ്പോൾ കോൾഡ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ബോഡിയുടെ സ്റ്റേറ്റ് മാറ്റണമെങ്കിൽ ഇപ്പോൾ സോളിഡ് ടു ലിക്വിഡോ ലിക്വിഡ് ടു ഗ്യാസോ ടെമ്പറേച്ചർ കൂട്ടാതെ മാറ്റണമെങ്കിൽ ഹീറ്റ് മാത്രം സപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ ഇപ്പോൾ -°C ആണെങ്കിൽ പോലും ഒരു ബോഡി ഹീറ്റ് ചെയ്താൽ അതിൻ്റെ സ്റ്റേറ്റ് മാറും. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. നാലാമത്തെ ഫൈനൽ പോയിന്റ്, ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോഡി ഈസ് ഹീറ്റഡ് ഓർ കൂൾഡ് ഇറ്റ്സ് വെയിറ്റ് ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ, അത് ഹീറ്റ് ചെയ്താലോ കൂൾ ചെയ്താലോ എന്ത് ചെയ്താലും അതിൻ്റെ വെയിറ്റ് മാറില്ല. അപ്പോൾ ഇതാണ് 5 പോയിൻറ്റ്സ് ദ ഡിഫൈൻസ് ഹീറ്റ്. ഇതാണ് ബേസിക് 5 പോയിൻറ്റ്സ്. അപ്പോൾ എന്താ ഹീറ്റ് എന്നറിയാം. അപ്പോൾ ഹീറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അടുത്ത ടേമാണ് ഹീറ്റ് ട്രാൻസ്ഫർ. എന്ന് പറഞ്ഞാൽ എനർജിയുടെ ട്രാൻസ്മിഷനാണ് ഒരു റീജിയൻ ടു വേറെ റീജിയൻ ഡ്യൂ ടു ടെമ്പറേച്ചർ ഗ്രേഡിയൻ. ഈ ഗ്രേഡിയൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന എനർജി ട്രാൻസ്ഫർ. ഇപ്പോൾ ഇതിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട് രണ്ട് ടേംസാണ് പോയിന്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. ഇപ്പോൾ പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രോപ്പർട്ടി ഒരു ഗ്രാഫ് തന്നെ വരയ്ക്കണമെങ്കിൽ 2 പോയിന്റിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് പോയിന്റ് ഫംഗ്ഷൻ. അപ്പോൾ പ്രഷർ ആവാം, ടെമ്പറേച്ചർ ആവാം, ഇതെല്ലാം 2 പോയിന്റിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ, അതിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഡിഫറൻഷ്യൽ ആയിരിക്കും. എക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഡി ഉപയോഗിക്കുന്നത്. DV എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് ഡിഫറൻസ് എടുത്ത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ അതേസമയം പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ഏരിയയിലോ ഒരു പാത്തിലോ മാത്രമാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഹീറ്റ്, വർക്ക്, ഇതൊന്നും 2 പോയിന്റിൽ ഡിഫൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കത് എന്തോന്നാ ഡോക്യൂ, അതായത് ഇൻഎക്സാക്ട് ഡിഫറൻസ് എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് 2 പോയിന്റിൽ മാത്രമുള്ളതല്ല, അതുകൊണ്ട് ഡിഫറൻസ് എടുക്കാൻ പറ്റില്ല, ഒരു പാത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതുമായിട്ട് റിലേറ്റഡ് മെയിൻ 2 ഭാഗം പോയിന്റ്. അപ്പം ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത മെയിൻ 2 ഇതാണ് പോയിന്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. അപ്പോൾ അത് എന്താണ്, അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, കാരണം പ്രോബ്ലത്തിൽ നമുക്കിത് ഈ 2 ഫംഗ്ഷൻ അതനുസരിച്ച് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെങ്കിൽ ടെമ്പറേച്ചറും പ്രഷറും എല്ലാ പോയിന്റും സെയിം ആയിരിക്കണം. മാത്രമല്ല അവിടെ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഉണ്ടാകുമല്ലേ. വെലോസിറ്റി നമുക്ക് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, അതായത് ദൂരത്തിന് ഡിസ്റ്റൻസ് അനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല. എന്നാൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇതാണ് ബേസിക് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. അത് പറയുന്ന 3 സാറ്റിസ്ഫൈ ആണ്: തെർമൽ ഇക്വിലിബ്രിയം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ സമയത്തിനനുസരിച്ച് ഒരിക്കലും മാറാൻ പാടില്ല. ടെമ്പറേച്ചർ എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു അൺബാലൻസ് ഫോഴ്സ് ഒന്നും കാണാൻ പാടില്ല. ഫോഴ്സ് ഇൻ ടേംസ് ഫോഴ്സ് അവിടെ ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കണം. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അവിടെ കെമിക്കൽ റിയാക്ഷനോ മറ്റോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവില്ല, അവിടെയും സ്റ്റേബിൾ. ഇതാണ് 3